പൊന്നൊരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. വിശ്വാസത്തിൽ പരിശോധന പൊന്നൊരുക്കും പോലെയല്ലേ. ആ പൊന്നൊരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. യാവേ ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. ഹോറേബിലെ മുൾപടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. യാവേ രാജാവിനെ വാഴ്ത്തിടുന്നേ ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതനാമമേ. ആർത്തിടും സ്തുതി ചാർത്തിടും യേശു രാജാവിനെ വാഴ്ത്തിടുന്നേ ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതനാമമേ. യാവേ യാവേ ഡിസംബർ മാസത്തെ ജീവമുന്ന പ്രതിമാസ ഓൺലൈൻ ധ്യാനം ആരംഭിക്കുന്നു. ആരംഭ പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ബാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുപോലെ തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഷാവേ നിനക്ക് സ്തുതി, കർണി രാജാവേ നിനക്ക് സ്തുതി, പാർക്കുമോ. ആകാശത്തിലുള്ള ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നോട്ട് ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകും. നിന്റെ ഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധമുള്ളവനേ എമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും സമയത്തും ദൈവമാണ് അപേക്ഷിച്ചോളണമേ. ഇപ്പോൾ വേദപുസ്തക പാരായണത്തിനായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബഹുമാനപ്പെട്ട ജോർജ് പറീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെ. ബാറയ്ക്കുമോർ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന ഔസ്തീനിയസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനിയോസ് സുറിയാനിയോട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടുന്നതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യൗസേപ്പും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവൻ അവ കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടുന്നതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേഥലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്കൊരു പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തിടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവർ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ബാറയ്ക്കുമോ. സ്വാഗതം ആശംസിക്കുവാനായി ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടർ ഫാദർ കുര്യൻ ജോസഫ് അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ ചെങ്ങന്നൂർ ഭദ്രാസന പ്രതിമാസ ഓൺലൈൻ ധ്യാന യോഗത്തിന് കടന്നു വന്നിട്ടുള്ള ഏവരുമേ ദൈവനാമത്തിലെ സ്നേഹവന്ദനം. ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കുചേരുന്ന അഭിമന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കോശിയച്ഛന്, അതുപോലെ ഇന്ന് ധ്യാനയോഗത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഫാദർ എബ്രഹാം കോശി അച്ഛന്, സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രൊഫസർ AO വർഗീസ്, ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ഷൈനു ജിജി, ഭദ്രാസനത്തിൻ്റെ PRO ആയി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ഒറീസ് സാറ്, ബദേൽ ക്രിയേഷൻ പ്രവർത്തകരെ, ദൂരെയും ചാരെയും ഇരുന്ന് ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന ഏവരുമേ ദൈവനാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നേ ദിവസം, അതായത് എൽദോ നോമ്പ് അവസാനിക്കുന്നതായിട്ടുള്ള ദിവസം, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാള് ഇടവതലത്തിലൊക്കെയും ആരാധനയിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഇരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമുക്ക്
ഈ രീതിയിൽ ഒരു ധ്യാനം ക്രമീകരിക്കാൻ കഴിഞ്ഞതിലായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ആത്മീയമായിട്ടുള്ള നിറവിൽ നമ്മളെ തുടർന്നും ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഉത്തരവാദിത്വം ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമനസിനെയാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി ഭദ്രാസനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെയേറെ ത്യാഗമനോഭാവത്തോട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അഭിമന്യ തിരുമനസ്. തിരുമേനി ഈ ആത്മീയ കാര്യങ്ങളുടെയൊക്കെയും നടത്തിപ്പിനായി പ്രത്യേകമായിട്ട് വേണ്ടതായിട്ടുള്ള കൈത്താങ്ങുകൾ നൽകുന്നുണ്ട്. അഭിമന്യ തിരുമേനിയുടെ ആ നേതൃത്വത്തിലാണ് ഇതൊക്കെ ഇത്ര സജീവമായി പ്രവർത്തിപ്പാൻ ഇടയാകുന്നത്. അഭിമന്യ തിരുമനസിനെ പ്രത്യേകമായിട്ട് ഈ ഓൺലൈൻ ധ്യാനത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി PK കോശി അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ കാര്യങ്ങളിലൊക്കെയും വളരെ താല്പര്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട PK കോശി അച്ഛൻ്റെ ആ സഹായഹസ്തം ഈ കാര്യങ്ങൾക്ക് ഒക്കെയും വളരെ അധികമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ ഓൺലൈൻ ധ്യാനത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദൈവവചനം നമ്മളോട് സംസാരിപ്പാനായിട്ട് കടന്നു വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ എബ്രഹാം കോശി അച്ഛനാണ്. നമുക്കൊക്കെയും വളരെ സുപരിചിതനായിട്ടുള്ള ഒരു ദേഹമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം കോശി അച്ഛന്. ബഹുമാനപ്പെട്ട അച്ഛനും ഇന്ന് വളരെ തിരക്കേറിയതായിട്ടുള്ള അനുഭവമായിരുന്നു. വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ചു കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് വളരെ ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛനെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ നല്ല സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി 30, 60, 100 മേനി ഫലം കായ്പാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രൊഫസർ A.O. വർഗീസ് സാറും അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പ്രൊഫസർ ഷൈനു ജിജി, അവരുടെ പ്രവർത്തനം എത്ര പറഞ്ഞാലും മതിയാകുകയില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി അവർക്ക് മറ്റുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ലോകപ്രകാരമായിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ആത്മീയ കാര്യങ്ങളിലൊക്കെയും വളരെ സജീവമായിട്ട് സമയം കണ്ടെത്തി ഇവിടെ കടന്നു വരികയും ഓരോ മീറ്റിങ്ങിനും കടന്നു വന്ന് അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായ രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ആ രണ്ടുപേരെയും ഈ ഓൺലൈൻ ധ്യാന യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് നമ്മുടെ ഭദ്രാസന PRO ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറാണ്. തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കർത്തവ്യങ്ങളെ പൂർത്തീകരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെയും വളരെ സജീവമായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതിന് പ്രത്യേകം സമയം കണ്ടെത്തി ഇനി തൻ്റെ ജീവിതം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് സജീവമായിട്ട് പ്രവർത്തിക്കുകയാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിനെ ഉള്ള സന്തോഷം അറിയിക്കുന്നു. ഈ ഓൺലൈൻ ധ്യാന യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ അടുക്കൽ എത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബഥേൽ ക്രിയേഷൻ അതിൻ്റെ ഭാരവാഹികൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. കൃത്യമായിട്ട് കടന്നു വന്ന് അതൊക്കെയും റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ അടുക്കൽ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ തിരക്കേറിയ ദിവസം ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഈ ദിവസം അവരെ വളരെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. അവർ കൃത്യസമയത്തെത്തി ആ ബഥേൽ ക്രിയേഷൻ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അതിൻ്റെ ജിത്തു വർഗീസ്, ജിതിന്, ബഹുമാനപ്പെട്ട ഒബിനച്ഛന്, പോൾസൺ അച്ഛന് ഇവരെയും ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആയതുപോലെ ദൂരെയും ചാരെയും ഇരുന്ന് ഈ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കുചേരുന്ന ഏവരെയും
ദൈവനാമത്തിലെ പ്രത്യേകമായിട്ട് ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ഉറ്റിരിപ്പാനായിട്ടും അങ്ങനെ ദൈവവചനം സംസാരിക്കുന്ന അവിടുത്തെ കർത്തൃദാസന് കൂടുതൽ ആത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രതിഭാസ ധ്യാന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്ത് അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ധന്യമുള്ള തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ കുര്യൻ ജോസഫ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ബഹുമാന്യനായ PK കോശിയച്ചൻ, സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ആദരണീയനായ പ്രൊഫസർ AO വർഗീസ് സാർ, ഭദ്രാസന PRO ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറ്, ബെതേൽ ക്രിയേഷൻ്റെ ചുമതലക്കാരെ, ഈ ഓൺലൈൻ ധ്യാനം ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ ഈ മഹത്വരമായ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഈ മഹത്വരമായ പെരുന്നാളിലേക്ക് നാം അടുത്തു വരുമ്പോൾ എന്താണ് ഈ പെരുന്നാളിൻ്റെ പ്രത്യേകതയെന്ന് നമുക്കൊന്ന് ചിന്തിപ്പാനും ധ്യാനിപ്പാനുമുള്ള ഒരവസരമായി ഈ അവസരത്തെ തിരഞ്ഞെടുക്കുകയാണ്. ദ റീസൺ ഫോർ ദ സീസൺ. ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ നാം പങ്കാളികളാകുമ്പോൾ ഈ ജനന പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുവാനും ധ്യാനിപ്പാനുമുള്ള ഒരവസരമായിട്ട് ഈ അവസരത്തെ ഉപയോഗിക്കുക. പലപ്പോഴും അർത്ഥം മനസ്സിലാക്കാതെ ആഘോഷങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി നാം ഈ ജനന പെരുന്നാളിൻ്റെ നാളുകളെ വേർതിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം അത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്തെന്ന് ശാന്തമായിട്ട് ചിന്തിപ്പാനും ധ്യാനിപ്പാനും നമുക്ക് ഇടയാകും. ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് അത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം, അത് ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് നാം പൊതുവായി ഉപയോഗിക്കുന്ന ക്രിസ്തുമസ് എന്ന പേര് അത് ആവിർഭവിച്ചിരിക്കുന്നത് 2 ഭാഷകളിൽ നിന്നുള്ള വാക്കുകൾ ചേർത്താണ്. ക്രിസ്തോസ്, മസേ. ക്രിസ്തോസ് എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ്. ക്രിസ്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ അല്ലെങ്കിൽ രക്ഷകൻ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. മാസേ എന്ന് പറഞ്ഞാൽ ഒരു സാക്രിഫൈസ്, ഒരു അർപ്പണത്തിൻ്റെ, ബലിയർപ്പണത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ ക്രിസ്തുമസ് എന്ന വാക്ക് നാം ഉച്ചരിക്കുമ്പോൾ അത് വലിയൊരു അർത്ഥമാണ്. ഈ ലോകത്തിലേക്ക് തന്നെ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം ഒരു അൾട്ടിമേറ്റ് സാക്രിഫൈസിനായിട്ട് ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്യുന്ന ഒരു അനുഭവമാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ നിദർശനമാണ്. കാരണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം, അതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് നമുക്ക് ക്രിസ്തുമസിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ദിനത്തെക്കുറിച്ച്, ജനനദിനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 കൂട്ടം ആളുകളെ നമ്മൾ ഈ ജനനദിനത്തിൽ പരിചയപ്പെടുന്നു. ഒന്നാമതായിട്ട് യേശുവിനെ കാണുവാനായിട്ട് കടന്നു വരുന്ന ആട്ടിടയന്മാരാണ്. മാലാഖമാർ ആട്ടിടയന്മാരോട് സന്ദേശം നൽകുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് മാലാഖമാർ, സ്വർഗീയ
സൈന്യം ഇടയന്മാരോട് ആഹ്വാനം ചെയ്യുക. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സത്യം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, സാധാരണയായി ഇടയന്മാരെ കുറിച്ച് പറയുന്നത് അവർ അന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വിളിമ്പിലുള്ളവരാണ്. അവർ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടാതെ മാറി നടക്കുന്ന ചില മനുഷ്യരായിട്ടാണ് അവിടെ നമ്മൾ പലപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ ഈ വേദഭാഗത്തെക്കുറിച്ചുള്ള ഒരു വായന ഇപ്രകാരമുണ്ട്. ഈ ഇടയന്മാരെന്ന് പറയുന്നത് പ്രത്യേകമായി വേർതിരിച്ച ഒരു സമൂഹമാണ്. പ്രത്യേകമായി വേർതിരിച്ച ഒരു ഇടയപറ്റമാണ് അവിടെ ആ രാത്രിയിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നത്. എന്താണ് പ്രത്യേകമായി വേർതിരിച്ചു എന്ന് പറയുവാനായിട്ട് കാരണം, യെരൂശലേം ദേവാലയത്തിൽ എല്ലാ വർഷവും ഏതാണ്ട് 700ഓളം ആട്ടിൻകുട്ടികളെ ബലിയർപ്പിക്കും. പാപയാഗമായി, പാപമോചനത്തിനുള്ള യാഗമായിട്ട് ആട്ടിൻകുട്ടികളെ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന ഒരു സമൂഹമാണ് ഈ ഇടയ സമൂഹം. അതിനായി ഒരുപറ്റം ആടുകളെ ഈ ഇടയന്മാർ പരിപാലിക്കും. ആടുകളുടെ പ്രസവകാലം അടുക്കുമ്പോൾ ഈ ആട്ടിൻ കുട്ടികളെ അവർ വളരെ സൂക്ഷ്മമായി ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കൊണ്ട് കിടത്തുന്ന ഒരു പതിവുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രത്യേകമായിട്ട് ഊനമില്ലാത്ത ആടുകളെ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം, ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായി വേർതിരിച്ച് വളരെ സൂക്ഷ്മമായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണമാണ് ഇടയന്മാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയന്മാരുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഊനമില്ലാത്ത ആടുകളെ ദേവാലയത്തിന് നൽകുക. അവിടെയാണ് ഈ മാലാഖ വൃന്ദം ഇടയന്മാരോട് പറയുന്നത്, ശീലകൾ ചുറ്റിയ ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണുമെന്ന് പറയും. അപ്പോൾ അവർ ചെയ്യുന്നതായ അതേ പ്രാധാന്യത്തോടെ ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ പശുത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ സർട്ടിഫൈ ചെയ്യുക എന്നുള്ളത്. അവർ ആ കുഞ്ഞിനെ ദർശിച്ചു കഴിയുമ്പോൾ അവർ അപ്രകാരം സർട്ടിഫൈ ചെയ്യാൻ കൂടെയാണ് ഇടയന്മാർ ഈ ബേദലഹേമിലെ ഈ പുൽത്തൊട്ടിയിലേക്ക് കടന്നു വന്നത് എന്ന ഒരു വായനയുണ്ട്. അത് മാത്രമല്ല, യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. ലോകത്തിന്റെ പാപത്തെ വഹിപ്പാനായി വരുന്ന കുഞ്ഞാടിനെ ആദ്യം ദർശിക്കുന്നത് ഈ ഇടയ വൃന്ദമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടയ വൃന്ദത്തിന്റെ വലിയ ഒരു ഉത്തരവാദിത്വം, അവരുടെ വലിയൊരു സന്തോഷമാണ് ഈ ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദേവാലയത്തിലേക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ ആടുകളെ ഒരുക്കുന്നത് പോലെ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട ക്രിസ്തുവിനെ പുൽക്കൂട്ടിൽ കാണും. ഈ കീറ്റുശീലയെ പറ്റിയും ഒരു വ്യാഖ്യാനം ഇപ്രകാരമുണ്ട്. ഈ കീറ്റുശീലകൾ, റാപ്പിംഗ് ക്ലോത്ത്, ഇത് സമ്മാനങ്ങൾ റാപ്പ് ചെയ്യുന്നത് പോലെ ഈ കുഞ്ഞിനെ റാപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ റാപ്പിൻ്റെ പ്രത്യേകത? ഇത് ചരിത്രത്തിൻ്റെ ഒരു വലിയ റാപ്പാണ്. ഏതാണ്ട് 322 പ്രവചനങ്ങളാണ് ക്രിസ്തുവിനെ പറ്റി പഴയ നിയമത്തിലുള്ളത്. ഈ 322 പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തു ഈ ലോകത്തിൽ അവതരിക്കുമ്പോൾ ആ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയോ ഐതിഹ്യമോ ഒന്നുമല്ല. നൂറ്റാണ്ടുകളായി, അത് ഉൽപ്പത്തി മുതൽ മലാഖി പ്രവചനം വരെയുള്ള എല്ലാ പ്രവചനങ്ങളുടെയും ഒരു പൂർത്തീകരണം. അതിൽ എല്ലാ പ്രവാചകന്മാരും ഉൾപ്പെടുത്തും. യെശയ്യായും ആമോസും ഇരമ്യായും ദാവീദും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ വൃന്ദം പ്രവാചകന്മാരുടെ പ്രവചനം ഞാൻ സൂചിപ്പിച്ചു. 322ഓളം പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. അപ്പോൾ ഈ ശിശുവിനെ പൊതിഞ്ഞിരിക്കുന്നത് ഈ 322 പ്രവചനങ്ങളുടെ ഒരു പ്രവചന വലയത്തിലാണ് ഈ ശിശു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് നാം വിശുദ്ധ വേദഭാഗത്ത്, ഏവൻഗേലിയോൻ ഭാഗത്ത് വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായമാണ്. അവിടെ നാം പ്രധാനമായി കാണുന്നത് വിദ്വാൻമാരെയാണ്.
നാം സാധാരണയായി വിദ്വാനന്മാർ എന്ന് പറയുമ്പോൾ പൗരസ്ത്യ ആരാധനാക്രമങ്ങളിലെല്ലാം മെഗൂഷ്യന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ മഗായ് എന്ന് പറയും. മഗായ്, അവരെ പ്രത്യേകമായിട്ട് ചിലർ മാജീഷ്യൻസ് എന്നൊക്കെ വിളിക്കും. എന്നാൽ അവരെ നമ്മൾ കാണുന്നത് ജ്ഞാനികളായ മനുഷ്യരായിട്ടാണ്. യേശു തമ്പുരാനെ കാണുവാനായി വളരെ ദൂരെ നിന്ന്, കിഴക്ക് നിന്ന് കടന്നു വരുന്ന ഈ മെഗൂഷ്യന്മാരെ നമ്മൾ കാണുന്നു. ഇതിനും ഒരു വേദപുസ്തക പശ്ചാത്തലമുണ്ട്. ഈ മനുഷ്യർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്നവരല്ല. നാളുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം കടന്നു വരുന്ന ഒരു സമൂഹമാണ്. ഉൽപ്പത്തി പുസ്തകം പരിശോധിച്ചാൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ ഗോത്രപിതാവായ അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിന് അവകാശം നൽകുന്ന സംഭവമാണ് 25-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ വെപ്പാട്ടികളുടെ പുത്രന്മാരായ ഹാഗാറിൻ്റെയും കെത്തൂറയുടെയും പുത്രന്മാർ, നമുക്കറിയാം അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ ദാസിയായിരുന്നു ഹാഗാർ. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ഭാര്യയായിട്ടാണ് കെത്തൂറയെ നമ്മൾ കാണുന്നത്. ഈ രണ്ട് ഭാര്യമാരുടെ അല്ലെങ്കിൽ ദാസിയുടെ മകനും അവകാശം നൽകുന്നതായിട്ട് ഈ വേദഭാഗത്ത് പറയുന്നില്ല. തൻ്റെ പുത്രനായ ഇസഹാക്കിന് മാത്രമാണ് അവിടെ അവകാശം നൽകുന്നത്. ഈ ദാസിമാരുടെ അല്ലെങ്കിൽ വെപ്പാട്ടികളുടെ, ഇവിടെ ഈ വാക്യത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു എന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ അവകാശങ്ങളും ഇസഹാക്കിന് നൽകുന്നു. ഈ ദാസിയുടെ അല്ലെങ്കിൽ വെപ്പാട്ടികളുടെ മക്കൾക്ക് അവൻ സമ്മാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഈ സമ്മാനം നൽകി അവരോട് പറയുകയാണ്, അവരോട് കിഴക്കോട്ട് യാത്ര ചെയ്യുവാൻ പറയും. അവർ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. അവർക്ക് ചില സമ്മാനങ്ങൾ നൽകി അവരെ അയക്കുകയാണ്. അവരോട് പറയുന്നു, അവകാശി വരുമ്പോൾ, ദൈവത്തിൽ നിന്നുള്ള അവകാശി വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മക്കളോട് പറഞ്ഞു വിടുന്ന ഒരു അബ്രഹാമിനെയാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ഇവരുടെ പിൻതലമുറക്കാരാണ് പിന്നീട് യേശു തമ്പുരാനെ കാണുവാനായിട്ട് കടന്നു വരുന്നതെന്ന് ഒരു വായനയുണ്ട്. ഈ മനുഷ്യർ കിഴക്കോട്ട് പോയി കിഴക്ക് താമസിച്ച് അവിടെ നിന്ന് യേശു തമ്പുരാനെ കാണുവാൻ തക്കവണ്ണം, തങ്ങളുടെ അവകാശം ലഭിക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പുത്രനെ കാണുവാനുള്ള ആകാംക്ഷയോടുകൂടി അവർ കടന്നു വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. കിഴക്ക് നിന്ന് കടന്നു വരുന്ന ആ മനുഷ്യർ, അതിൽ രാജാക്കന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ആ സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള എല്ലാ ആളുകളുമുണ്ട്. ഇവിടെ 3 പേരെ മാത്രം പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ കൊട്ടാരത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കൊട്ടാരത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? സാധാരണയായി ഒരിക്കലും ഒരു രാജാവായി ജനിക്കാറില്ല. രാജകുമാരന്മാർ പിന്നീട് രാജാക്കന്മാരാകുന്ന പതിവാണ്. പക്ഷെങ്കിൽ ഇവിടെ ഈ മെഗൂഷ്യന്മാർ കടന്നു വന്ന് രാജാവിനോട് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന്. അപ്പോൾ അവർക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവ് ബേദലഹേമിൽ ജനിക്കുമെന്നും അവനെ കാണുവാൻ തക്കവണ്ണം അവർ തങ്ങളുടെ സമ്മാനങ്ങളുമായി കടന്നു വന്നിരിക്കുന്നു എന്നുള്ള. അത് കഴിഞ്ഞുള്ള ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. രാജാവും ആ ജനതയും പരിഭ്രമിച്ചു. എന്തുകൊണ്ടാണ് അവർ പരിഭ്രമിക്കുന്നത്? ഒരു രാജാവ് ആ ദേശത്ത് ജനിച്ചിരിക്കുന്നു. അന്ന് അവിടെ ഒരു രാജാവുണ്ട്, ഹെരോദാവുണ്ട്. പക്ഷെങ്കിൽ അതിനു പകരമായി ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അവരെ സംഭ്രമിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഈ മെഗൂഷ്യന്മാർ
നൽകുന്ന സമ്മാനങ്ങൾ, 3 സമ്മാനങ്ങളാണല്ലോ യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഒന്നാമതായി, ഹൃദയങ്ങളിൽ പിറക്കുന്ന ഒരു രാജാവെന്നുള്ള നിലയിൽ ഒരു രാജാവിന് നൽകേണ്ട സമ്മാനമായി സ്വർണം അവർ സമർപ്പിക്കുകയാണ്. അവരുടെ നിക്ഷേപപാത്രത്തിൽ നിന്ന്, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ആ രാജാവിൻ്റെ സന്നിധിയിൽ, ലോകത്തിൻ്റെ രക്ഷിതാവായ ആ രാജാവിൻ്റെ സന്നിധിയിൽ അവർ സ്വർണം സമർപ്പിക്കുകയാണ്. രണ്ടാമതായി അവർ സമർപ്പിക്കുന്നത് മൂരാണ്. എന്താണ് മൂരിൻ്റെ പ്രത്യേകത? മൂര് എന്ന് പറയുന്നത് പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്നതാണ്. ആ തൈലത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് മൂര് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകനായ ക്രിസ്തുവിന് അവൻ്റെ മുമ്പാകെ ഈ മൂര് സമർപ്പിക്കുക. നമുക്കറിയാം, പിന്നീട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുദമ്പുരാന്റെ അടുക്കിലേക്ക് രാത്രിയിൽ കടന്നു വരുന്ന നിക്കോദിമോസിനെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കഥാപാത്രമാണല്ലോ നിക്കോദിമോസ്. 3-ാം അധ്യായത്തിൽ തുടങ്ങി 7-ാം അധ്യായത്തിലെത്തി, 7-ാം അധ്യായത്തിൽ നിന്ന് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ നിക്കോദിമോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് 3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നിക്കോദിമോസ് കൊണ്ടുവരുന്നത് മൂരിന്റെ ഒരു കൂട്ടും കൊണ്ടാണ് വരുന്നത്. 19-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ മരണത്തെ അവിടെ പ്രവചിക്കുകയാണ്. ക്രിസ്തു മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. ജനനത്തിൽ തന്നെ മരണത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു യാഗത്തിന്റെ, ഒരു ത്യാഗത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് മരണം മുൻപേ പ്രവചിക്കപ്പെടുന്ന ഒരു അനുഭവം. നമുക്കറിയാം, മലാക്കി പ്രവാചകൻ കഴിഞ്ഞ് 400 വർഷക്കാലം പ്രവചനം ഉണ്ടാകുന്നില്ല. യോഹന്നാൻ വരുമ്പോൾ യോഹന്നാനിൽ പ്രവചനം അവസാനിച്ചു എന്ന് ക്രിസ്തു തന്നെ സാക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് പ്രവാചകനായ ക്രിസ്തുവിനെ ഇവിടെ ഈ മെഗൂശയന്മാർ അടയാളപ്പെടുത്തുന്നത്. മൂന്നാമതായി അവന് സമർപ്പിക്കപ്പെടുന്നത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ്. യെരൂശലേം ദേവാലയത്തിൽ ധൂപമർപ്പിക്കുമ്പോൾ ഈ കുന്തിരിക്കം ഉപയോഗിച്ച് ധൂപമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അത് ധൂപാർപ്പണത്തിനുള്ള ഒരു സുഗന്ധദ്രവ്യമാണ്. അപ്പോൾ ക്രിസ്തു ഒരു നിത്യ പുരോഹിതനാണ്. നമുക്കറിയാം, ക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. യഹൂദ ഗോത്രം എന്ന് പറയുന്നത് രാജവംശമാണ്. ലേവി ഗോത്രത്തിനാണ് പൗരോഹിത്യമുള്ളത്. പക്ഷെങ്കിൽ ഇവിടെ ക്രിസ്തുവും ഒരു പുരോഹിതനാണ്. അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കും. മൽക്കീസദേക്കിനെ നമുക്ക് പരിചയമുണ്ട്. അബ്രഹാമിന്റെ കാലത്ത് അന്നത്തെ രാജാവും മഹാപുരോഹിതനുമായിരുന്ന വ്യക്തിയാണ് മൽക്കീസദേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു രാജാവായും ഒരു പ്രവാചകനായും ഒരു പുരോഹിതനായും മഹാപുരോഹിതനുമായി ഈ മെഗൂശയന്മാർ ക്രിസ്തുവിനെ കാണുകയും അവരെ ബഹുമാനിക്കുക, അവനെ നമസ്കരിച്ചു എന്നാണ്. ഇംഗ്ലീഷ് വേർഷനിൽ ദേ വർഷിപ്ഡ് ഹിം എന്നാണ്. അവനെ നമസ്കരിക്കുകയാണ്, അവനെ ആരാധിക്കുകയാണ്. അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം കിഴക്ക് നിന്ന് കടന്നു വരുന്ന ഈ വിദ്വാൻമാരെ ഈ ദിനത്തിൽ നമ്മൾ കാണുന്നു. നാം ഈ തിരുജനനത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജനന പെരുന്നാളിൻ്റെ ദിവസം നാം അടുത്തു വരുമ്പോൾ നാം ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നാം ക്രിസ്തുവിനെ എപ്രകാരമാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് എന്ത് സ്ഥാനമാണ് നമ്മൾ നൽകുന്നത്? ക്രിസ്തു എന്താണ് എൻ്റെ ജീവിതത്തിൽ? എന്നെ നയിക്കുന്ന, എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നവനാണോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. ഈ ആഘോഷങ്ങളെക്കാൾ ഉപരിയായി, ഈ ആർഭാടങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തു യഥാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങളിൽ ജനിപ്പാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടൊപ്പം കൈപിടിച്ച് നടക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് സ്വായത്തമാക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോഴാണ് ഈ ഒരു ജനനത്തിൻ്റെ പെരുന്നാൾ സാർത്ഥകമായി തീരുന്നത്. ഈ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആണ് ക്രിസ്തു എന്ന് പറയും. ദ റീസൺ ഫോർ ദ സീസൺ എന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കാരണം നമ്മുടെ ജീവിതത്തിലും വലിയ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം
ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. 2024 നമ്മിൽ നിന്ന് മറയപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ പുതിയ വർഷത്തിലേക്ക് നാം ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് 2025 എതിരേൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തു യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ കാരണമായി തീരുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവമന്ന പരിപാടിയിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ തക്കവണ്ണം അവസരമൊരുക്കുന്ന ബെതേൽ ക്രിയേഷൻ്റെ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ എല്ലാ ചുമതലക്കാർക്കും പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി അറിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഭദ്രാസന സുവിശേഷ സംഘം സെക്രട്ടറി പ്രൊഫസർ എ.ഒ. വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ഏറെ ആദരണീയനായ ബഹുമാനപ്പെട്ട പി കെ കുശേച്ചൻ, ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ആദരണീയനായ ഡയറക്ടർ കുര്യൻ ജോസഫ് അച്ഛൻ, ഇന്നത്തെ ജീവമന്നയുടെ വചന പ്രഘോഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്ത് അച്ഛൻ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ PRO ജോർജ് വർഗീസ് സാർ, ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ഷൈനു ജിജി, ബഥേൽ ക്രിയേഷൻസിന്റെ ഭാരവാഹികളെ, ഏറ്റവും ആദരണീയരായ ആഗോളതലത്തിലുള്ള ജീവമന്നയുടെ പ്രേക്ഷകരെ, എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ വന്യനാമത്തിൽ സ്നേഹവന്ദനം. ജീവമന്നയുടെ ഡിസംബർ ലക്കം പ്രോഗ്രാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ പ്രോഗ്രാം ഓൺലൈനായി ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ വന്നു ചേർന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രം. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏവർക്കും, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏവർക്കും ഔപചാരികമായ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ തിമോത്തിയോസ് തിരുമേനി, ജീവമന്നയുടെ എല്ലാ പ്രോഗ്രാമിനും അതോടൊപ്പം തന്നെ സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും കൃത്യമായ നേതൃത്വവും വേണ്ട നിർദ്ദേശങ്ങളും നൽകി നമ്മെ ശക്തിപ്പെടുത്തുന്ന, പ്രാർത്ഥന കൊണ്ട് നമ്മെ ബലപ്പെടുത്തുന്ന അഭിവന്യ തിരുമേനിയോടുള്ള കടപ്പാട് ഭക്തിയാദരപൂർവ്വം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തായി ഭദ്രാസന സെക്രട്ടറി ഏറെ ആദരണീയനായ പി കെ കുശേച്ചൻ, സുവിശേഷ സംഘത്തിന്റെ എല്ലാ പരിപാടികൾക്കും താങ്ങും തണലുമായി കൈത്താങ്ങുമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പി കെ കുശേച്ചനോടുള്ള നന്ദി ഔപചാരികമായി തന്നെ രേഖപ്പെടുത്തട്ടെ. അടുത്തതായി ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടർ ഏറെ ആദരണീയനായ കുര്യൻ ജോസഫ് അച്ഛൻ ചാർജ് എടുത്തിട്ട് 3 മാസം തികയുന്നതേ ഉള്ളൂ. സുവിശേഷ സംഘത്തിന്റെ എല്ലാ പരിപാടികളും വളരെ കൃത്യമായി ആത്മാർത്ഥതയോടെ ചിട്ടയോടെ നടത്തുന്നതിന് വളരെ പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഔപചാരികമായി തന്നെ രേഖപ്പെടുത്തുന്നു. അടുത്ത ജീവമന്നയുടെ വചനപ്രഘോഷണം എന്ന ഓൺലൈൻ പരിപാടി ഡിസംബർ ലക്കത്തിലെ ഈ പരിപാടി അവതരിപ്പിച്ചത് നമുക്ക് ഏവർക്കും സുപരിചിതനായ ആദരണീയനായ ഫാദർ ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്തച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ ബഥേൽ പത്രികയുടെ ചീഫ് എഡിറ്ററായി സേവനമനുഷ്ഠിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ സഭയുടെ മീഡിയ കണ്ടന്റ് മാനേജർ എന്ന പുതിയ തസ്തിക കൂടി അദ്ദേഹം അലങ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ അവസരം, ഇന്ന് ക്രിസ്മസ് ദിനം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ വചനപ്രഘോഷണം അതിൻ്റെ അർത്ഥം കൊണ്ടും ആഴം കൊണ്ടും അത് ശ്രോതാക്കളുടെ മനസ്സിനെ ഏറെ സ്പർശിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. റീസൺ ഓഫ് ദ സീസൺ എന്ന ഒരു സബ്ജയിൽ തുടങ്ങി കൃത്യമായ ഒരു പന്ഥാവിൽ കൂടി അതിനെ എത്തേണ്ട ഒരു തലത്തിൽ എത്തിച്ച് കേട്ടുകൊണ്ടിരുന്നവർക്ക് വളരെ അനുഭവവേദ്യമാക്കിയ ബഹുമാനപ്പെട്ട എബ്രഹാം കോശി അച്ഛനോടുള്ള സുവിശേഷ സംഘത്തിന്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ എല്ലാ പരിപാടികളോടും ചേർന്ന് നിൽക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ആദരണീയനായ PRO ജോർജ് വർഗീസ് സാർ ഇന്ന് ഈ പരിപാടിയിൽ വേദപുസ്തക പാരായണം നടത്തി എല്ലാ പരിപാടികൾക്കും
ഒപ്പം നിന്ന് നമ്മോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിനോടുള്ള അഗൈതവുമായ നന്ദി ആത്മാർത്ഥമായി തന്നെ പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ സുശേഷ് സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർ ഷൈനു ജിജി ടീച്ചറിന്റെ സേവനം സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു ഇന്ധനമാണ്. ബഹുമാനപ്പെട്ട ഷൈനു ജിജി ടീച്ചറോടുള്ള നന്ദി ഔപചാരികമായി തന്നെ രേഖപ്പെടുത്തട്ടെ. അടുത്തതായി നമ്മുടെ ഈ പരിപാടി കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കുന്ന ബഥേൽ ക്രിയേഷൻസിന്റെ സാങ്കേതിക തികവോടെ പ്രേക്ഷകരിലെത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഒബിനച്ചൻ, അതുപോലെ പോൾസൺ ജോണച്ചൻ, ജിത്തു വർഗീസ്, ബിജിൻ ഏവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ജിയോ മന്നിയുടെ ലോകമെങ്ങുമുള്ള പ്രേക്ഷക സമൂഹം, നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ആത്മാർത്ഥമായിട്ടുള്ള സാന്നിധ്യവുമാണ് ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങൾക്ക് ഏറ്റവും പ്രേരകമായ ശക്തി. ലോകമെങ്ങുമുള്ള പ്രേക്ഷകർ ഈ സുദിനത്തിൽ ജിയോ മന്നിയുടെ ശ്രോതാക്കളായി മാറുന്നു എന്നുള്ളത് ഈ പ്രോഗ്രാമിന് നൽകുന്ന ഏറ്റവും വലിയ അഭിനന്ദനവും പ്രോത്സാഹനവുമാണ്. എല്ലാ പ്രേക്ഷകരോടും ശ്രോതാക്കളോടുമുള്ള സുവിശേഷ സംഘത്തിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ സുദിനത്തിൽ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും, തിരുപ്പിറവിയുടെ മംഗളങ്ങളും, ഒപ്പം തന്നെ വരാൻ പോകുന്ന ഒരു പുതുവർഷത്തിന്റെ സമ്പൽ സമൃദ്ധിക്കും അതുപോലെ ആയുരാരോഗ്യത്തിനും അതോടൊപ്പം തന്നെ എല്ലാവിധ ദൈവീകമായ അനുഗ്രഹങ്ങൾക്കുമുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃതജ്ഞതാ പ്രകാശനത്തിൽ നിന്ന് വിരമിക്കുന്നു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. പുത്രാജയുടെ സ്ലീവായ ഞങ്ങളെ ശുദ്ധമുള്ള റുവാ, ശുദ്ധമുള്ള ഇരിപ്പിന് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തിലും അവിടുത്തെ ബാർഖമോ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും യാഗുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റുവായുടെ സംബന്ധമാവാസവും ഞങ്ങളെല്ലാവരുടെ മേലും. ദൈവമായ കർത്താവേ, തിരുവചനം കേട്ട് അതിനെ ധ്യാനിച്ചിരിക്കുന്ന എല്ലാ നിന്റെ മക്കളോടുകൂടെയും ഇതിൻ്റെ അകത്ത് അല്പമായിട്ട് അധികമായിട്ട് സഹകരിച്ചവരോടുകൂടെയും വിശ്വാസപൂർവ്വം ഞങ്ങൾ വാങ്ങിപ്പോയിട്ടുള്ള ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ആത്മാക്കളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.